വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹ്രസ്വകാലത്ത് നടപ്പിലാക്കാൻ കഴിയാവുന്ന ശുപാർശകളെ വേർതിരിച്ചെടുക്കണം. ദീർഘകാലത്തേക്ക് നടപ്പിലാക്കേണ്ട പ്രോഗ്രാം ആ രീതിയിൽ വേർതിരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് തന്നെ ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് നമുക്ക് ഗവൺമെൻറ്റിൽ നിരന്തരം ബന്ധപ്പെട്ട് നേടിയെടുക്കാനും കഴിയണം. പരിവർത്തിത ക്രൈസ്തവരുടെ വിഷയങ്ങൾ അവരെത്രയോ നാളായിട്ട് 70 വർഷത്തിന് മേളിലായിട്ട് ഈ ഒരു വലിയ അനീതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പൂർവികരും വളരെയധികം കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല. മൈനോറിറ്റി വിഭാഗത്തിന് പല പദ്ധതികളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്മേലുള്ള ഒരു തുടർ നടപടികൾക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. ഈ റിപ്പോർട്ടിന്മേൽ പറയുന്ന പല കാര്യങ്ങളും പല നടപടിയും പല കാര്യങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും നടത്തപ്പെടുന്നു. പക്ഷേ ഈ പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരുകൾ എപ്പോഴും നമുക്കൊരു തുടർച്ചയാണ്. അത് വിവിധ മുന്നണികളോ വിവിധ പാർട്ടികളോ ഒക്കെ ആയിരിക്കും നയിക്കുന്നതെങ്കിലും സർക്കാർ തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സർക്കാർ ചെയ്ത ഒരു കാര്യത്തെ മറ്റൊരു സർക്കാർ വന്നാലും തള്ളിക്കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മുടെ ജാഗ്രത ആവശ്യമായിരിക്കുന്നത്.